ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പൊരിയാണ്. നമ്മുടെ പഴംപൊരി പോലെ തന്നെ പൈനാപ്പിൾ വെച്ച് തയ്യാറാക്കുന്ന ഒരു നല്ല ചായക്കടിയാണിത്. പൈനാപ്പിൾ വെച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഒരല്പം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പൈനാപ്പിൾ പൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല മൂത്ത് പഴുത്ത പൈനാപ്പിൾ തന്നെ വേണം. നല്ല മധുരം വേണം. പുളി ഒട്ടും ഇല്ലാത്ത പൈനാപ്പിൾ തന്നെ എടുക്കുക. പൈനാപ്പിളിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് അത് നേരെ പകുതിയാക്കുക. ഈ ഒരു ഷേപ്പിലായിരിക്കണം പൈനാപ്പിൾ പൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ മുറിച്ചെടുക്കേണ്ടത്. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 നുള്ള് ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ഏലക്കായ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ പൊരിക്ക് നിറം കിട്ടാൻ വേണ്ടിയിട്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടുതലാവരുത്. കൂടുതലായാലും അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു കൊഴുമ്പ് രൂപത്തിൽ ഇത് കുഴച്ചെടുക്കണം. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ കലക്കിയെടുക്കുന്നത്. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു കൊഴുമ്പ് രൂപത്തിൽ ഇതുപോലെ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏത് ഓയിലാണ് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ ആ ഓയിൽ ഉപയോഗിക്കാം. ഇനി ഓരോ പൈനാപ്പിൾ കഷ്ണങ്ങളും ഇതേപോലെ ബാറ്ററിൽ നന്നായിട്ട് മുക്കിയെടുക്കണം. പൈനാപ്പിൾ മുറിക്കുന്ന സമയത്ത് ഒരൊത്ത കട്ടിയിൽ വേണം പൈനാപ്പിൾ മുറിച്ചെടുക്കാൻ. ഇങ്ങനെ ഓരോ കഷ്ണങ്ങളും ഈ ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇനി അടുത്ത കഷ്ണവും ഇതേപോലെ തന്നെ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഒരു വശം നന്നായിട്ട് പൊരിഞ്ഞു വന്നാൽ മറുവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ പൊരിയുടെ 2 ഭാഗവും ഇതുപോലെ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. കഴിയുന്നതും എണ്ണ ഈ ചീനച്ചട്ടിയുടെ സൈഡിലേക്ക് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എല്ലാ എണ്ണയും കളഞ്ഞതിന് ശേഷം തന്നെ എടുക്കുക. ഇങ്ങനെ എല്ലാ പൈനാപ്പിൾ കഷ്ണങ്ങളും ചുട്ടെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.